പത്തൊക്കെയായിരുന്നു മൂന്നാർ. ചൂടല്ലേ, നല്ല വെയിലും ഉണ്ട്, അതുപോലെ അപ്പം മനുഷ്യവരെ നമ്മൾ മൂന്നാറിന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ, നല്ല തണുപ്പ്, നല്ല സുഖയാത്ര. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മലനിരകൾ നോക്കി കാണാൻ പറ്റും. മച്ചമരെ അപ്പം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നമ്മുടെ തേയില കൃഷി കാണാൻ പറ്റും. അനേക ഏക്കറിൽ ഇങ്ങനെ തേയില കൃഷി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മൂന്നാർ. ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, രണ്ട് സൈഡിലും തേയില കൃഷിയാണ്. അപ്പം മച്ചമരെ നമ്മളങ്ങനെ യാത്രയായിട്ട് നമുക്ക് റൂമൊക്കെ കിട്ടി. അടിപൊളി റൂമാണ്. അപ്പം നമ്മൾ റൂമിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്നു. അവരുടെ ഇതിൻ്റെ പേരാണ് മിനർവ ഹോളിഡേയ്സ്. അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി റൂം കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂമുകളൊക്കെ ഒരുപാട് കയറി നമ്മൾ അന്വേഷിക്കണം കേട്ടോ, എന്നാലും നമുക്ക് റൂമൊക്കെ കിട്ടത്തുള്ളൂ. ഇഷ്ടംപോലെ റൂമുകളൊക്കെ ഉണ്ട്. ഇതും ഇവിടെ റൂമാണ് കേട്ടോ. പല റേറ്റുകളാണ്. ഇപ്പം നമ്മളെടുത്ത റൂമെന്ന് പറഞ്ഞാൽ 2800. അതാകുമ്പം ഒരു ബെഡിൽ ഒരു ബെഡ് 2 പേര് വെച്ച് 2 റൂമായിട്ടാണ്. ഒറ്റ ഇതിൽ തന്നെ 2 റൂം ഒരു ഹാളിൽ. അങ്ങനെ 4 പേർക്ക് കിടക്കാം. നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ 5 പേരുണ്ട്. 5 പേര് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടിയാണ്. നല്ല കളറുള്ള അടിപൊളി റോസാപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ട് റൂമൊക്കെ ഒന്ന് കാണിക്കാം. നമ്മൾ കയറി വരുമ്പം അവരുടെ മെയിൻ ഓപ്പൺ ഏരിയ ആണ്. നമ്മുടെ എടുത്ത റൂം ഇതാ കേട്ടോ. നല്ല അടിപൊളി റൂം തന്നെയാണ്. അപ്പം ഇതാ ഞാൻ പറയാനില്ലേ, ഒരു 2-3 പേർക്ക് കിടക്കാം. അതുപോലെ തന്നെ അതിന് തൊട്ടിപ്പുറത്ത് ഒരു റൂമുണ്ട് കണ്ടോ. ഇവിടെ ഒരു 2-3 പേർക്ക് കിടക്കാം. നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തെടുക്കാം. 2 റൂമാണ്. പിന്നെ ഇതാണ് ബാത്റൂം. കുഴപ്പമില്ല, നല്ല അടിപൊളി ഏരിയ. മച്ചാൻ വരെ നമ്മുടെ വെളിയിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. അതിമനോഹരമായ ഇവിടെ കുറേ പൂക്കൾ നിൽപ്പുണ്ട്, നമുക്കത് കാണാൻ പറ്റും. നല്ല പൂവാണ്, നല്ല രസമാണ്, നല്ല കളറാണ് ഇവിടെ മൊത്തം. അതുപോലെ നമ്മുടെ പൈൻമരം നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു പൈൻമരമാണ് കേട്ടോ. അവിടെ എല്ലാം നിൽക്കുന്നത്, അതെല്ലാം നിൽക്കുന്ന പൈൻമരമാണ് കേട്ടോ. അതെല്ലാം നിൽക്കുന്ന പൈൻമരമാണ്. പിന്നെ അതെല്ലാം വീടുകളാണ്, ഓരോരുത്തരുടെ വീടുകളാണ്. പിന്നെ നമുക്ക് രാത്രിയിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെല്ലാം ടൂറിസ്റ്റ് ഹോമാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല റേറ്റാണ്. VIP ആൾക്കാരൊക്കെ വന്നാണ് താമസിക്കുന്നത്. പിന്നെ അതുപോലെയാണ് ആ കൂരയുടെ സൈഡിൽ എന്തോ ഒരു സാധനം ഞാൻ കിടക്കുന്നുണ്ടോ. ഞാൻ വിചാരിച്ച ആദ്യം എന്തെങ്കിലും ഡെക്കറേഷൻ വല്ല അവർ കൊടുത്തേക്കുമായിരിക്കും. അല്ല, അത് തേനീച്ചക്കൂടാണ് കേട്ടോ. മച്ചന്മാരെ അത് കണ്ടോ, അത് തേനീച്ചക്കൂടാണ് കേട്ടോ. ഇതാണ് തേനീച്ചക്കൂട്. ഇപ്പോൾ ഒന്ന് സൂം ചെയ്തത് കണ്ടോ. നമ്മുടെ റൂമിനോട് ചേർന്ന് ഒത്തിരി റൂമുകളുണ്ട്. അനേക റൂമുകളാണ് ഇവിടെ മൊത്തം. ഇഷ്ടംപോലെ റൂമുകളുണ്ട്. താഴെയും താമസക്കാരുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഹെവി പൈസ കേട്ടോ. ഇവിടെ നല്ല റേറ്റാണ്. പക്ഷേ ഇത് നമുക്ക് 2800 കിട്ടി. എന്നാലും നമ്മളങ്ങ് എടുത്തു. അപ്പം വെച്ചാൽ നമ്മുടെ റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അടിപൊളി റൂമാണ്. പിന്നെ ഇവിടെ വരുന്നവർ ആദ്യം തന്നെ നമ്മുടെ റൂമുകളെല്ലാം ബുക്ക് ചെയ്തിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒത്തിരി പാട് വിടും. ഞങ്ങൾ ഒത്തിരിയൊക്കെ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടാണ് നമുക്ക് ഇത്രയും രൂപയ്ക്ക് 2800 രൂപ റൂമിന്. നാളെ 12 മണി വരെ നമുക്ക് സമയമുണ്ട്.
നമ്മൾ രാവിലെ ഇവിടെ വെക്കേറ്റ് ചെയ്യും. നമ്മൾ പോകും, നമ്മുടെ സ്ഥലങ്ങളെല്ലാം ചുറ്റി കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും. പിന്നെ നമ്മൾ സൗണ്ട് കേട്ടിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ താഴെ ഞാൻ വിചാരിച്ചു വെള്ളച്ചാട്ടം പോലെയായിരിക്കും, പക്ഷേ വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു തോടാണ്. ഭയങ്കര സൗണ്ട് കേൾക്കണം കണ്ടോ. ഇവിടെ നിന്ന് നമ്മുടെ കാഴ്ചകളൊക്കെ കുറേ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ മൂന്നാറൊക്കെ ഇവിടെ നിന്ന് അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മച്ചാരെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ നമ്മൾ ഇവിടുത്തെ ഓരോ വീഡിയോകളും നിങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് നാളെ കാണാം.